നമസ്കാരം. രണ്ടും കെട്ടും നാലും കെട്ടും, വേണ്ടി വന്നാൽ മോളയും കെട്ടും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിൽ മുഴങ്ങിക്കേട്ട ഒരു അശ്ലീല മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം മുഴക്കിയത് മുസ്ലിം ലീഗ് അണികളാണ്. 1967-70 കാലഘട്ടങ്ങളിൽ സപ്തകക്ഷി മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി രൂപീകരിച്ച് CPM-ഉം മുസ്ലിം ലീഗും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഭരണം ഇവിടെ നടത്തിയിരുന്നു. CPM-ൻ്റെ എക്കാലത്തെയും താത്വിക ആചാര്യൻ എന്നറിയപ്പെടുന്ന EMS നമ്പൂതിരിപ്പാട് ശരീഅത്ത് നിയമത്തിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് മലബാറിലുടനീളം EMS-നെയും കുടുംബത്തെയും പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഉള്ള മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളുമെല്ലാം, അതായത് പ്രകടനങ്ങളുടെ വേലിയേറ്റമെന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപക്ഷെ അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നത് CPM-കാരുടെ ഭാഗ്യമെന്ന് മാത്രമേ നമുക്ക് കരുതേണ്ടിയിരിക്കുകയുള്ളൂ. കാരണം അത്രമാത്രം അശ്ലീലകരങ്ങളായ പോസ്റ്ററുകളും കയ്യെഴുത്തുകളും മുദ്രാവാക്യങ്ങളുമാണ് മലബാർ പ്രദേശമാകെ മുഴങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ EMS നേതൃത്വം കൊടുത്തിരുന്ന അതേ CPM-ആണ് ഇന്നും കേരളം ഭരിക്കുന്നത്. EMS എന്ത് പറഞ്ഞോ അതിന് നേരെ ഘടകവിരുദ്ധമായാണ് ഇന്ന് CPM-ൻ്റെ നിലപാടുകൾ. അതായത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് കേന്ദ്രത്തിൽ ആലോചന നടക്കുമ്പോൾ EMS അന്ന് എന്ത് പറഞ്ഞിരുന്നോ അതിന് നേരെ ഘടകവിരുദ്ധമായി ശരീഅത്ത് നിയമത്തിന് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ തുടക്കമായി കേരളത്തിലെ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടികളും തന്നെ യൂണിഫോം സിവിൽ കോഡിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊന്നും തന്നെ ഇതുവരേക്കും സംഘടിപ്പിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സംഘടനകൾ പോലും ഈ ഏകീകൃത സിവിൽ കോഡിനെതിരായിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള സമരപരിപാടികളോ യോഗങ്ങളോ പൊതുയോഗങ്ങളോ ഒന്നും തന്നെ സംഘടിപ്പിച്ചിരുന്നില്ല. മുസ്ലിം സമുദായങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിനെതിരായി കേരളത്തിൽ ആദ്യമായി പ്രക്ഷോഭത്തിനൊരുങ്ങുന്ന ഒരു സംഘടനയായി CPM മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് EMS ജീവിച്ചിരുന്നെങ്കിൽ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എന്തായിരിക്കും EMS-ൻ്റെ നിലപാട് എന്ന് CPM ഇടത് സഖാക്കൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളൊന്നും അവരെ ബാധിക്കുന്ന സംഗതിയല്ല. കാരണം കേരളത്തിൽ നിന്ന് ഒരു MP പോലും BJP-ക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിനെ ഒരു തരത്തിലും അലോസരപ്പെടുത്താൻ മാത്രം ശക്തിയുള്ളതല്ല എന്ന് BJP കേന്ദ്ര നേതൃത്വങ്ങൾക്ക് തന്നെ അറിയാം. കേരളത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഇടതുമുന്നണി സംഘടിപ്പിക്കുന്ന എല്ലാ പ്രതിഷേധ സമരങ്ങളെയും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിൻ്റെ വില പോലും കൽപ്പിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കും. 2024 തെരഞ്ഞെടുപ്പിലെ കേന്ദ്ര ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അതായത് നരേന്ദ്രമോദി സർക്കാരിനെ ഏത് വിധേനയും വലിച്ച് താഴെയിടുക, അതിനുവേണ്ടി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഏകീകരിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ ജൂൺ 23 ബീഹാറിൽ ഒരു വലിയ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട മറ്റ് 2 കക്ഷികൾ കൂടി പങ്കുവഹിച്ചിരുന്നു. അതിലൊന്ന് കോൺഗ്രസും മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP-യുമായിരുന്നു. വളരെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, ജൂൺ 23 ബീഹാറിലെ സമ്മേളനം കഴിഞ്ഞുടനെ അതിൽ പ്രധാന കക്ഷിയായിരുന്ന ശരത് പവാർ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതായത് വരുന്ന ജൂലൈ 13-14 തീയതികളിൽ ബാംഗ്ലൂരിൽ, കർണാടകയിലെ ബാംഗ്ലൂരിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിര രൂപപ്പെടുമെന്നും അവിടെ വെച്ച് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്കും കേന്ദ്ര സർക്കാരിനെ ഏത് വിധേനയാണ് താഴെ ഇറക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾക്കും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. മോദിയെ വലിച്ച് താഴെയിടുമെന്നുള്ള ശരത് പവാറിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയൊരു രാഷ്ട്രീയ സ്ഫോടനമുണ്ടായിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP ഇപ്പോൾ പിളർന്നിരിക്കുകയാണ്. ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായും BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയുമായുള്ള BJP സർക്കാരിലെ വീണ്ടും മറ്റൊരു ഉപമുഖ്യമന്ത്രിയായി ഇന്നിപ്പോൾ അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അജിത് പവാറായിരുന്നു മഹാരാഷ്ട്രയിലെ NCP-യുടെ എല്ലാമായ നേതാവ്.
ശരത് പവാറിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനാൽ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് അജിത് പവാറാണ്. അജിത് പവാർ ഇതിനു മുമ്പും ഒരു തവണ BJP സർക്കാർ രൂപീകരിക്കാനായി BJPയോടൊപ്പം പോയിരുന്നെങ്കിലും പിന്നീട് ചില സമ്മർദ്ദങ്ങളെ തുടർന്ന് അദ്ദേഹം വീണ്ടും NCPയിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ടായി. അജിത് പവാർ മാത്രമല്ല, മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന ഛഗൻ ഭുജ്ബാലും ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് BJP മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അജിത് പവാർ രാജ്ഭവനിൽ എത്തുമ്പോൾ പോലും ശരത് പവാർ, അതായത് പാർട്ടി അധ്യക്ഷനായ ശരത് പവാർ അപ്പോൾ പോലും ഈ വിഷയം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളെ പോലും ഞെട്ടിച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ വാക്ക് തന്നെ ഇവിടെ വീണ്ടും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതോടുകൂടി മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിക്കല്ലും BJP തറച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന ജൂലൈ 13, 14 തീയതികളിൽ കർണാടകയിൽ നടക്കാൻ പോകുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിരയിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു വിള്ളലുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പുത്തനരിയിൽ കല്ല് കടിച്ച പോലെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ. എന്ത് ചെയ്യണമെന്നും എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ അമ്പരപ്പിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ. BJPയെ സംബന്ധിച്ചിടത്തോളം 2024 തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ അവർ നേടിയെടുത്തിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 48 പാർലമെൻറ്റ് സീറ്റാണ് മഹാരാഷ്ട്രയിലുള്ളത്. മഹാരാഷ്ട്ര പിടിക്കുന്നതോടുകൂടി തെക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന MPമാരുടെ കുറവ് നികത്താൻ BJPക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളുള്ള UPയും മധ്യപ്രദേശും ഗുജറാത്തും ആസാമും എന്നീ പ്രമുഖ സംസ്ഥാനങ്ങളെല്ലാം തന്നെ മോദിയുടെ കീഴിലാണ്. ഏത് സമയവും രാജസ്ഥാനിലെ കോൺഗ്രസ് രണ്ടായി പിളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അവിടെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും നിരന്തരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സച്ചിൻ പൈലറ്റ് തൻ്റെ സ്വന്തം പാർട്ടിയായ പ്രഗതിശീൽ എന്നൊരു പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ സമയോചിതമായ ഇടപെടൽ കാരണം തൽക്കാലത്തേക്ക് പുതിയ പാർട്ടി എന്നുള്ള കാര്യത്തിൽ നിന്നും സച്ചിൻ പൈലറ്റ് പിന്നോക്കം പോയിരിക്കുകയാണ്. 2024 സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ വലിയ തർക്കമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കൂടുതൽ MPമാരെ തൻ്റെ പക്ഷത്ത് നിർത്താൻ വേണ്ടി മാത്രമേ സച്ചിൻ പൈലറ്റ് ശ്രമിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2.5 വർഷം സച്ചിൻ പൈലറ്റിനും 2.5 വർഷം അശോക് ഗെഹ്ലോട്ടിനും മുഖ്യമന്ത്രി പദവി നൽകാമെന്നുള്ള രീതിയിലായിരുന്നു അവിടെ സ്ഥാനമാനങ്ങൾ വിഭജിച്ചിരുന്നത്. പിന്നീട് മുഖ്യമന്ത്രിയായി അധികാരം കയ്യിൽ കിട്ടിയതോടുകൂടി അശോക് ഗെഹ്ലോട്ടിൻ്റെ സ്വഭാവം മാറുകയും പിന്നീട് ഭരണത്തിൽ യാതൊരു പങ്കാളിത്തവും നൽകാതെ സച്ചിൻ പൈലറ്റിനെ പുറങ്കാല് കൊണ്ടടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മാധ്യമങ്ങളിലെല്ലാം കണ്ടത്. പ്രഗതിശീൽ എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സച്ചിൻ പൈലറ്റ് പിന്നോക്കം പോയെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ അണിയറയിൽ ഇപ്പോഴും അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരണത്തിനായിട്ടുള്ള ചരടുവലികൾ, അതായത് ഓരോ പ്രദേശങ്ങളിലും അതിൻ്റെ പാർട്ടിയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും മോദിക്കെതിരെയുള്ള പ്രതിപക്ഷ ഐക്യനിരയിലെ ഇന്ത്യയിലെ തന്നെ വലിയൊരു പാർട്ടി, അതായത് ഒരു പ്രാദേശിക പാർട്ടിയാണെങ്കിലും വലിയൊരു പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് NCP. ആ NCP തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സമ്പൂർണ്ണമായും തകർന്നടിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മോദിക്കെതിരെയുള്ള പ്രതിപക്ഷ ഐക്യനിര ചാപിള്ളയായി മാറിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. 2024 തെരഞ്ഞെടുപ്പിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ സിംഹാസനത്തിൽ പ്രധാനമന്ത്രിയായി മോദി തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.